നമസ്കാരം, എല്ലാവർക്കും ഏറ്റവും ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് ബാഹ്യ അസ്ഥികൂടം, എന്താണ് ആന്തര അസ്ഥികൂടം എന്നതിനെ കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ അസ്ഥികളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. അസ്ഥികൾ നമ്മുടെ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ ചലനങ്ങൾക്ക് നമ്മളെ സഹായിക്കുന്നതും അസ്ഥികളാണ്. നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള അസ്ഥികളുണ്ട്. തലയോട്, മാറല്, വാരിയെല്ലുകൾ, നട്ടെല്ല് എന്നിങ്ങനെ മറ്റെല്ലുകൾ, ഇവയെല്ലാം പലതരത്തിലും പല ആകൃതിയിലും പല രൂപത്തിലുള്ളവയാണ്. ഇതിൽ തലയോട് നമ്മുടെ തലച്ചോറിനെ സംരക്ഷിക്കുന്നു. തലയോട്ടില് കീഴ്ത്താടിയലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ബലമുള്ള അസ്ഥി എന്ന് പറയുന്നത് കീഴ്ത്താടിയല്ലാണ്. നമ്മുടെ ശരീരത്തെ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നത് നട്ടെല്ലാണ്. നട്ടലിൽ നിൽക്കുന്ന ചില ക്ഷതങ്ങൾ ആജീവന എന്ന തളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ശ്വാസകോശങ്ങളെയും ഹൃദയത്തെയും ആവരണം ചെയ്ത് സംരക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലും ഏറ്റവും ചെറിയ അസ്ഥി ചെവിക്കുള്ളിലെ സ്റ്റേപ്പിൾസുമാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ഏകദേശം 300ഓളം അസ്ഥികൾ കാണപ്പെടുന്നു. എന്നാൽ ഈ കുഞ്ഞ് പ്രായപൂർത്തി ആകുന്നതോടുകൂടി ഈ അസ്ഥികളിൽ മിക്കതും ഫ്യൂസ് ചെയ്തുകൊണ്ട് 206 എണ്ണമായി കുറയുന്നു. നമ്മുടെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ഇപ്രകാരമാണ്: തലയോട്ടിയില് 22 എണ്ണം, നട്ടെല്ലില് 33 എണ്ണം, വാരിയെല്ലില് 24 എണ്ണം, ഓരോ കൈയിലും 32 എണ്ണം, ഓരോ കാലിലും 30 എണ്ണം, മാറല് 1, ഇടുപ്പല്ല് അഥവാ അരക്കെട്ട് 2 എന്നിങ്ങനെയാണ് ശരീരത്തിലെ അസ്ഥികളുടെ കണക്കുകളെല്ലാം. നമ്മുടെ ചെവിയിലും മൂക്കിലും കാണപ്പെടുന്നത് വളരെ കനം കുറഞ്ഞ അസ്ഥികളാണ്. ഇവയെ തരുണാസ്ഥി അഥവാ കാട്ട്ലേജുകൾ എന്നാണ് വിളിക്കുന്നത്. ഒരു ജനിക്കുന്ന കുഞ്ഞിനെ, അതായത് ഒരു നവജാത ശിശുവിന്റെ ശരീരത്തിൽ തരുണാസ്ഥികളുടെ എണ്ണമായിരിക്കും കൂടുതലും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന അസ്ഥികളെ കുറിച്ചാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.